ഇപ്പം റെഡിറ്റ്, ഡിസ്കോട്ട് അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ പൊതുവേ പുറകിലാണ്. അതെ. പക്ഷേ മറ്റ് രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്കോ ആളുകൾ ചിന്തിക്കുന്നത് പൊതുവേ കുറവാണല്ലോ. അതെ. അതെന്താണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്? നമ്മുടെ നാടും ബാക്കിയുള്ള നാടും തമ്മിലുള്ള കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഈ കൾച്ചറൽ ഡിഫറൻസാണ് അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഡിഫറൻസ് വേണ്ടി വരിക. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗൾഫിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിൽ ആരും ബുക്ക് ഇരുന്ന് കാണില്ലെന്ന്. അങ്ങനെ ഉണ്ടാവും കേട്ടോ, ജനറലായിട്ട് അതൊരു കാര്യമുണ്ട്. അവർ കണ്ടൻറ്റ് കൂടുതൽ കാണിച്ചു, കാരണം വിഷ്വൽ ബേസ്ഡ് ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. ഗൾഫിൽ വലിയ പരസ്യങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ഒന്നും ഉണ്ടാകത്തില്ല, വളരെ ചെറിയ കോപ്പിയും വലിയ വിഷ്വൽസും ആയിരിക്കും. അപ്പോൾ കൾച്ചറിൻ്റെയാണ് ഈ കൾച്ചറൽ ഡിഫറൻസ്. ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് ഡിസൈഡ് ചെയ്യും. രണ്ടാമത് ഇതിന് സബ് കൾച്ചറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡിസ്കോഡ് ബേസിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലാണ് ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്തോട്ട് വരിക, അല്ലേ? അപ്പം അങ്ങനത്തെ ഇപ്പം ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞതോടുകൂടി ഇൻ്റർനെറ്റ് ഇത്രയും പ്രചാരത്തിലായതുകൊണ്ടും ഇങ്ങനത്തെ സബ് കൾച്ചറിൽ എല്ലാവരും ഉണ്ട്. ഇപ്പം ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വിദേശത്ത് ഡ്രസ്സ് ചെയ്യുന്ന പോലെ ആൾക്കാരെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബോബ് മാർലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്. അത്രയും നോളജ് കിട്ടാൻ കാര്യം ഈ ഇൻ്റർനെറ്റാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പതുക്കെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വരും. പക്ഷേ ബേസിക്കലി വിദേശ രാജ്യങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊച്ചു പോക്കറ്റ്സ് ഓഫ് എക്സിസ്റ്റൻസ് കൂടുതലുണ്ട്. കാരണം അവർ ഇൻഡിവിജ്വലിസം കൂടുതലായതുകൊണ്ടാണ്. ഇപ്പോൾ ജപ്പാനിലൊക്കെ തന്നെ വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങിയാതെ ജീവിക്കുന്ന യൗവനങ്ങളുണ്ട്. അവർക്കത് വിളിക്കാൻ ഒരു പർട്ടിക്കുലർ പേരുമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ദേ വിൽ ജസ്റ്റ് ലീവ് ഇൻ. ചില മനുഷ്യർ നമ്മുടെ ഗെയിമിംഗ് കഫേയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ കുളിമുറിയുണ്ട്, കഫേയുടെ അകത്ത് കുളിമുറിയുണ്ട്, വാഷ്റൂമുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങത്തേ ഇല്ല. അങ്ങനത്തെ ലൈഫുണ്ട്. അങ്ങനെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ വരുന്ന ആൾക്കാർ സ്വയം പറയുന്ന ഒരു പേരുമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമ്മളുടെ ഇൻഡിവിജ്വലിസം അത്ര ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കൊരു ജനറൽ അക്സെപ്റ്റൻസ് സൊസൈറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയകളാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ആ രീതിയിൽ വ്യത്യാസം ഒരു ലോങ് ടേമിൽ വരുമായിരിക്കും, പക്ഷേ ഇല്ല.